ഹായ് ഓൾ, വെരി ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അന്ന് എണീറ്റത് 12 o'clock ഉച്ചയ്ക്ക്. ദുബായിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ഇതെൻ്റെ ഫസ്റ്റ് ഡേ ഇൻ മൈ ഹൈദരാബാദ് ലൈഫാണ്. റിഫ്രഷൊക്കെ ആയിട്ട് നല്ലൊരു മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ യൂസ് ചെയ്തു. പിന്നെ ഹെയറിൽ ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീമാണ് യൂസ് ചെയ്തത്. ഇത് ഹെയറിനെ ആൻറ്റി ഫ്രിസ് ആക്കും, പിന്നെ നല്ല സിൽക്കി ആയിട്ട് വെക്കും, നല്ല സ്മെല്ലും ആയിരിക്കും. ഇത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ദുബായിൽ നിന്ന് വാങ്ങിച്ച് വന്ന ഒരു ക്രീമാണത്. ഇത് ആക്ച്വലി മോയ്സ്ചറൈസിങ് ക്രീമാണ് ഫോർ ഹെയർ, സീറമല്ല ഞാനിന്ന് യൂസ് ചെയ്തത്. അതിട്ട് നന്നായിട്ട് ഹെയറിന് തിരുമ്മി കൊടുത്തപ്പോൾ നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു, സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഹെയർ അന്ന് ഫുള്ളും. പിന്നെ ഞാൻ കുറച്ച് കണ്ണൊക്കെ എഴുതി, ജസ്റ്റ് ഒരു വിങ്ഡ് ഐലൈനർ, ബിക്കോസ് വീട്ടിലെല്ലാം ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഈസി ആയിട്ട് ഞാൻ വരച്ചു. മെബിലിൻ്റെ ലിക്വിഡ് ഐലൈനറാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ ഹൈദരാബാദിൽ മുറിയിൽ എല്ലാവരും താഴെയാണ് ഫോട്ടോ ഫ്രെയിംസൊക്കെ വെക്കാറ്. ഞങ്ങളത് മുകളിൽ തന്നെ സെറ്റ് ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ ഫിഷ് കറി ഉണ്ടാക്കിയിരുന്നു, വിത്ത് ഡ്രം സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്, മാംഗോ ഇട്ടിട്ടൊക്കെ. അതിൻ്റെ ഞാൻ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലൈവ് മിസ്സാക്കിയവർക്ക് അത് കാണാം. ഇത് അയില തലക്കറിയാണ്, എങ്ങനെയാണ് വെച്ചതെന്നുള്ളത് ആ വീഡിയോ കണ്ടോളൂ. ആൻഡ് ഇത് ശങ്കര മീൻ എന്ന് പറയും. ഇതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് നെയിംസ് എനിക്ക് ഓർമ്മയില്ല. അതിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കടലക്കറിയാണ്, പക്ഷേ ഞങ്ങൾ ഉച്ചയ്ക്കാണ് എണീറ്റ്. അതും കൂടെ ഫുഡിന് ആഡ് ചെയ്തു. കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ടൈം ആയപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് കുറച്ച് ചോറും പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഫിഷ് കറിയും ഫിഷ് ഫ്രൈയുമാണ് പ്ലേറ്റ് ചെയ്ത്. ഈ ഡ്രം സ്റ്റിക്ക് ആൻഡ് മാംഗോ വിത്ത് കമ്പോസ്, അതായത് കേരള പുളി ഇട്ട ഫിഷ് കറി ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ഉപ്പും പുളിയും എല്ലാതും ഉണ്ടാവും, എരിവും എല്ലാതും ഉണ്ടാവും. ലാസ്റ്റ് ലൈവ് പോയി ചെക്ക് ചെയ്ത് നോക്കൂ. എൻ്റെ ഫിഷ് കറിയൊക്കെ ലൈവ് വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പം അത് പോയി നോക്കി നോക്കൂ. ഇഷ്ടമായ എനിക്ക് കമൻറ്റ് ചെയ്യൂ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിപ്പം ഫിഷ് കറി ഓരോ വെറൈറ്റി ആയിട്ടാണ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓരോന്നും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, ഫ്ലേവർഫുൾ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കോക്കനട്ട് ഇട്ടിട്ട് ഫിഷ് കറി, അതും ഞാൻ ലൈവ് വരാം. സോ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് വെച്ചോളൂ. ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ ഫോർ മോർ വീഡിയോസ്. ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നല്ല ക്ലൈമറ്റാണ്. ഇപ്പം ഹൈദരാബാദിലായതുകൊണ്ട് നല്ല മഴ ഉണ്ട്. സോ നല്ല ചൂടായിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുട്ടിക്ക് ആദ്യം പാലെടുത്ത് കുറച്ച് ഹോർലിക്സൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ഫാമിലിയിൽ എല്ലാവർക്കും ചായയൊക്കെ ഇട്ടു. ഏട്ടനും വീട്ടിൽ വർക്ക് ഫ്രം ഹോം ചെയ്യായിരുന്നു. സോ നല്ല ജിഞ്ചർ കാർഡമോനൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കി. പണ്ടൊന്നും ഞാൻ അത്ര നന്നായിട്ട് ചായ ഉണ്ടാക്കില്ല. ഇപ്പം മര്യാദയ്ക്ക് ഉണ്ടാക്കി തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ചായ നല്ല ഇഷ്ടമാണ്. ഫ്രം മോർണിംഗ് ടിൽ നൈറ്റ് കൊടുത്താലും ഞാൻ കുടിക്കും. മൈ ഡേ സ്റ്റാർട്ട്സ് വിത്ത് ചായ ഉണ്ട്. ദുബായിൽ ഞാൻ ചായ ഓർഡർ ചെയ്ത് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ കഫറ്റീരിയയിൽ പോയി കുടിക്കും. അവിടെ കറക്റ്റ് ചായയും ഫേമസ് ആണ്, പക്ഷേ എനിക്ക് ഫ്രഷ് മിൽക്ക് ടീയാണ് ഇഷ്ടം. ദുബായിൽ എനിക്ക് ചായ കുടിക്കണമെന്ന് തോന്നിയാൽ ഞാൻ അപ്പം പുറത്ത് പോയി ചായ കുടിച്ച് വരും. അല്ലെങ്കിൽ ഞങ്ങൾ കാറെടുത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നല്ല നാടൻ ചായയൊക്കെ കുടിക്കണം തോന്നിയാൽ നാടൻ ചായ കുടിക്കും. കറക്റ്റ് മോസ്റ്റ്ലി അത്രയും യൂസ് ചെയ്യാറില്ല, പക്ഷേ ഫ്രഷ് മിൽക്ക് കിട്ടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ കറക്റ്റ് ചായയാണ് അവിടെ കുടിക്കുക. അപ്പോൾ എനിക്ക് ഈ ചായ കുടിക്കുന്ന ശീലം ഞാൻ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് സ്റ്റാർട്ടായത്. കൊളീഗ്സൊക്കെ ഏത് നേരം ചായ കുടിക്കാൻ പോവാ എന്ന് പറഞ്ഞു കൊണ്ടുപോകും. സോ ചായ ബിക്കെയിം സ്ട്രെസ് ഫ്രീ ഹാബിറ്റായി മാറി. ലൈക്ക് ഇതൊരു ഫീലിംഗ് ആയി. ചായ ഈസ് എൻ എമോഷനായി. ഇപ്പം എന്ത് തന്നെ ആയാലും ചായ കുടിച്ചാൽ എല്ലാം ശരിയാവും. ലൈക്ക് ഇറ്റ് ഗിവ്സ് ഹാപ്പിനെസ്. എനിക്ക് റീസണിന് വേണ്ടി കാത്തിരിക്കും ഞാൻ ചായ കുടിക്കാൻ. എനിക്ക് ചായ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് വേണം, അതിൽ കുറച്ച് ജിഞ്ചർ കാർഡമനൊക്കെ വേണം. ആ ഫ്ലേവർ എനിക്കിഷ്ടമാണ്. പണ്ട് ചായ അത്ര നന്നായിട്ട് ഉണ്ടാക്കില്ല, ഇപ്പം ഞാൻ പഠിച്ചെടുത്തു. ബേസിക്കലി തിളച്ച് വരുന്ന പാലിൽ വേണം ചായപ്പൊടി ഇടാൻ. അതായത് ലാസ്റ്റിൽ ഒന്ന് ഇളക്കി കൊടുക്കണം, പിന്നെ അത് ഫിൽറ്റർ ചെയ്തെടുത്തതിന് ശേഷം ഷുഗർ ഇട്ട് കുടിക്കണം. സോ ഇന്ന് ചായക്ക് ഈ ഒരു ബിസ്ക്കറ്റാണ് കഴിച്ചത്. ഇതൊരു ബാംഗ്ലൂരിയൻ ബേക്കറിയുടെ ബിസ്ക്കറ്റാണത്. പഫ് പോലെ ഉണ്ട്, നല്ല ഷേപ്പിലായിരുന്നു. പഫിൻ്റെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഷുഗർ അത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ക്രിസ്പി ആയിട്ട് നല്ല പൊടിഞ്ഞു വരും.
ബേബീസിനൊക്കെ കൊടുക്കാൻ നല്ല പൊടിഞ്ഞ് വരുന്ന ഒരു സാധനമാണ്. അങ്ങനെ ചായയും കടിയും കഴിച്ച് നമ്മളൊന്ന് പുറത്തിറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ താഴെ ഇറങ്ങി ചെറിയ വാക്കൊക്കെ പോയി, കുട്ടികളെ കൊണ്ടുപോയി. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് അത്ര ചൂടുണ്ടായിരുന്നില്ല. സോ ഈവനിങ് വാക്കായിട്ട് നമ്മൾ താഴെ അങ്ങനെ ഇറങ്ങി ഞാനും അമ്മയും നല്ല കഥ പറഞ്ഞ് ഇവിടെ വാക്കിങ് ചെയ്യായിരുന്നു. ഹൈദരാബാദിൽ നല്ല ചൂടാണ്. ഇപ്പം സമ്മർ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ പെട്ടെന്നൊരു മഴ ഉണ്ടായിരുന്നു. ക്ലൈമറ്റും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിരുന്നു. ഇടിവാലൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് നേരം ഉണ്ടായിരുന്നു, പിന്നെ അത് സ്റ്റോപ്പായി. പിന്നെ വീണ്ടും ചൂട് വന്നു. അങ്ങനെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ദുബായിയുടെ ചൂട് സഹിച്ചവർക്ക് ഇതൊന്നും അത്ര വലിയ ചൂടായിരിക്കില്ല. എനിവേസ് ഐ മിസ് ദുബായ്. എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോർ മോർ വീഡിയോസ്. ബെറ്റർ കണ്ടൻറ്റ്സ് കൊടുക്കാൻ ട്രൈ ചെയ്യാം. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കഴിഞ്ഞൊരു മൂവിയൊക്കെ കണ്ടിട്ടാണ് കിടന്നുറങ്ങിയത്.